പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലും NIA റെയ്ഡ് നടക്കുകയാണ്. തൃത്താല, പട്ടാമ്പി, കണ്ണന്നൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നത്. വാവന്നൂരിൽ ഷെരീഫ് എന്നയാളുടെ വീട്ടിലായിരുന്നു NIAയുടെ പരിശോധന. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പറയൂ. ശ്യാമ, പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിലും അതുപോലെ തന്നെ അവരുടെ മറ്റ് കേന്ദ്രങ്ങളിലും NIA പരിശോധന നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. തൃത്താല, പട്ടാമ്പി, കണ്ണന്നൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും പരിശോധന നടന്നത്. വാവന്നൂരിൽ ഷെരീഫ് എന്നയാളുടെ വീട്ടിലായിരുന്നു പരിശോധന നടന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾ. മറ്റൊന്ന്, ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിലാണ് പരിശോധന നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിൽ ശ്രീനിവാസൻ വധക്കേസിലും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും പിടികൂടിയത് ഇതേ മേഖലകളിൽ നിന്നായിരുന്നു. പട്ടാമ്പി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ച കാർ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട പല ആളുകളും ഈ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ആ ഭാഗത്തു നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പിന്നീട് ഒളിവിൽ പോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഒളിവിൽ പോയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വസതികളിൽ ഉൾപ്പെടെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യവിരുദ്ധ സംഘടനയെ അല്ലെങ്കിൽ ദേശവിരുദ്ധ ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് ഇപ്പോഴും കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസിയായ NIAയും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പാലക്കാട് ഇപ്പോൾ അതിരാവിലെ മുതൽ തന്നെ നടന്നിട്ടുള്ള ഈ റെയ്ഡുകളും പരിശോധനകളും ഒക്കെ വ്യക്തമാക്കുന്നത്. യെസ്, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.